കേരളം ഇന്ന് കഠിനമായ വെയിലിൽ ഉരുകുകയാണ്. വേനൽക്കാലം അതിൻ്റെ എല്ലാ രൗദ്രഭാവത്തോടും കൂടി മലയാളിക്ക് മേലങ്ങനെ പത്തി വിടർത്തി ആടുകയാണ്. സാധാരണയായി അനുഭവപ്പെടാറുള്ള വേനൽ ചൂടിനേക്കാൾ കഠിനമായ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കാലാവസ്ഥയിലൂടെയാണ് സംസ്ഥാനം ഇപ്പോൾ കടന്നുപോകുന്നത്. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും വർദ്ധിക്കുമെന്നും കാര്യമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നുമുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ വരാനിരിക്കുന്ന കഠിനമായ ദിനങ്ങളെക്കുറിച്ചിട്ടുള്ള സൂചനകളാണ് നൽകുന്നത്. പാലക്കാട് പോലെയുള്ള ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തുമ്പോൾ അന്തരീക്ഷത്തിലെ ഉയർന്ന ആർദ്രത കാരണം അനുഭവപ്പെടുന്ന ചൂട് അതിലും എത്രയോ മടങ്ങാണ്. ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണങ്ങളും നാം പാലിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളും വരാനിരിക്കുന്ന കാലവർഷത്തിന്റെ കുറവിനെക്കുറിച്ചുമുള്ള ആശങ്കകളും വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിലെ ഈ അസാധാരണ ചൂടിന് പിന്നിലെ പ്രധാന വില്ലനായി ശാസ്ത്രലോകം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് എൽ നീനോ എന്ന പ്രതിഭാസത്തിലേക്കാണ്. പസഫിക് സമുദ്രത്തിന്റെ ഉപരിതലത്തിലെ ജലം അസാധാരണമായി ചൂടാകുന്ന ഈ പ്രതിഭാസം ആഗോള കാലാവസ്ഥാ ചംക്രമണത്തെ തന്നെ താളം തെറ്റിക്കുന്നു. സമുദ്രോപരിതലത്തിലെ ഈ താപ വ്യതിയാനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള കാറ്റിന്റെ ഗതിയെയും മൺസൂണിന്റെ തീവ്രതയെയും നേരിട്ട് ബാധിക്കുന്നു. ചരിത്രപരമായി നോക്കിയാൽ എൽ നീനോ വർഷങ്ങളിൽ ഇന്ത്യയിൽ മൺസൂൺ മഴ കുറവുണ്ടായതാണ് കണ്ടുവരുന്നത്. 2016-ലും 2024-ലും കേരളത്തിൽ അനുഭവപ്പെട്ട കടുത്ത ഉഷ്ണതരംഗങ്ങൾ എൽ നീനോയുടെ സ്വാധീന ഫലമായിരുന്നു. ഇത്തവണയും തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അഥവാ എടവപ്പാതിയിൽ രാജ്യത്താകെ മഴയുടെ അളവ് കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ദീർഘകാല ശരാശരിയുടെ 92% മഴ മാത്രമേ ഇത്തവണ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നത് കാർഷിക മേഖലയിലും അതുപോലെ ജലലഭ്യതയെയും സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ ഈ പ്രതിഭാസം പൂർണ്ണമായി രൂപപ്പെടുന്നതിനാൽ വേനൽ ചൂടിന്റെ കാഠിന്യം മൺസൂൺ കാലത്തും തുടരാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന യെല്ലോ അലർട്ടുകൾ സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. അടുത്ത 10 ദിവസത്തേക്ക് സംസ്ഥാനത്ത് കാര്യമായ മഴയുണ്ടാകില്ലെന്നാണ് പ്രവചനം. പാലക്കാട് ജില്ലയിൽ ഇതിനകം തന്നെ താപനില 40 ഡിഗ്രി പിന്നിട്ട് കഴിഞ്ഞു. കൊല്ലം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, ആലപ്പുഴ, തൃശൂർ തുടങ്ങിയ ജില്ലകളിലും താപനില സാധാരണയേക്കാൾ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട്. എന്നാൽ താപനിലയേക്കാൾ നമ്മെ വലയ്ക്കുന്നത് ഹീറ്റ് ഇൻഡെക്സ് അഥവാ അനുഭവപ്പെടുന്ന ചൂടാണ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് കൂടുമ്പോൾ ശരീരം വിയർപ്പ് ബാഷ്പീകരിച്ച് സ്വയം തണുപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രക്രിയ തടസ്സപ്പെടുന്നു. ഇതോടെ രേഖപ്പെടുത്തിയ താപനില 37 ഡിഗ്രി ആണെങ്കിൽ പോലും അത് 44 അല്ലെങ്കിൽ 45 ഡിഗ്രിയായി നമുക്ക് അനുഭവപ്പെടുന്നു. ഈ പ്രതിഭാസമാണ് മലയാളിക്ക് ഇപ്പോൾ കഠിനമായ അസ്വസ്ഥതയും ക്ഷീണവും സമ്മാനിക്കുന്നത്. വരും ദിവസങ്ങളിൽ രാത്രികാല താപനിലയും ഉയരാൻ സാധ്യതയുള്ളതിനാൽ ഉറക്കമില്ലായ്മയും ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിച്ചേക്കാം. അന്തരീക്ഷ താപനില ഉയരുമ്പോൾ നമ്മുടെ ശരീരം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സൂര്യാഘാതവും സൂര്യതപവുമാണ്. തുടർച്ചയായി വെയിലേറ്റാൽ ശരീരത്തിലെ താപനില ക്രമീകരിക്കുന്ന സംവിധാനം പരാജയപ്പെടുകയും അത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. അമിതമായ വിയർപ്പ്, ക്ഷീണം, തലകറക്കം, കഠിനമായ തലവേദന, ഓക്കാനം, ഛർദി എന്നിവയാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ. സൂര്യാഘാതം കടുക്കുമ്പോൾ ശരീരത്തിലെ വിയർപ്പ് നിശേഷം നിൽക്കുകയും ചർമ്മം വരണ്ട് ചുവന്ന നിറമാവുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ ബോധക്ഷയം പോലെയുള്ള അവസ്ഥകൾ ഉണ്ടായേക്കാം. ഇത് തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ രോഗിയെ തണലുള്ള സ്ഥലത്തേക്ക് മാറ്റുകയും തണുത്ത വെള്ളം ഉപയോഗിച്ച് ശരീരം തുടയ്ക്കുകയും ചെയ്യണം. കട്ടിയുള്ള വസ്ത്രങ്ങൾ മാറ്റി വായു സഞ്ചാരമുള്ള അന്തരീക്ഷം ഉറപ്പാക്കണം. കഠിനമായ ദാഹം തോന്നുന്നില്ലെങ്കിലും ശരീരം നിർജ്ജലീകരണത്തിലേക്ക് അതായത് ഡീഹൈഡ്രേഷനിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. കുട്ടികൾ, മുതിർന്നവർ, ഗർഭിണികൾ എന്നിവർക്ക് പ്രതിരോധശേഷി കുറവായതിനാൽ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഠിനമായ ചൂടിനെ നേരിടാൻ ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പുറത്തിറങ്ങുന്നവർ കുടയോ തൊപ്പിയോ ഉപയോഗിക്കാൻ മറക്കരുത്. ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കണം. മധുരം ചേർത്ത പാനീയങ്ങളോ കാർബൈഡ് പാനീയങ്ങളോ ദാഹം മാറ്റാൻ ഗുണകരമല്ല എന്ന് ഓർക്കുക. പകരം ഉപ്പിട്ട കഞ്ഞിവെള്ളം, മോര്, നാരങ്ങ വെള്ളം, ഇളനീർ എന്നിവ ശീലമാക്കണം. വസ്ത്രധാരണത്തിൽ ഇളം നിറത്തിലുള്ള അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ചൂട് കുറയ്ക്കാൻ സഹായിക്കും. ഭക്ഷണത്തിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തണം. തണ്ണിമത്തൻ, ഓറഞ്ച് തുടങ്ങിയ ജലാംശം കൂടിയ പഴങ്ങൾ ശരീരത്തിന് ഊർജ്ജവും തണുപ്പും നൽകും. വീട്ടിനുള്ളിൽ വായു സഞ്ചാരം ഉറപ്പാക്കുകയും ചൂട് കൂടുന്ന സമയങ്ങളിൽ ജനാലകൾ തുറന്നിടുകയും വേണം. വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിലും ഈ ശ്രദ്ധ ആവശ്യമാണ്. അവയ്ക്ക് ആവശ്യമായ കുടിവെള്ളവും തണലും
ഉറപ്പാക്കേണ്ടത് ഉടമസ്ഥരുടെ ഉത്തരവാദിത്തമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം മറ്റൊരു വലിയ വെല്ലുവിളിയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ. താപനില 50 ഡിഗ്രി കടക്കുമെന്നും മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കുമെന്നും വാഹനങ്ങൾ കത്തുമെന്നുമൊക്കെയുള്ള സന്ദേശങ്ങൾ ജനങ്ങളിൽ അനാവശ്യമായ ഭീതി പടർത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക കാലാവസ്ഥാ റിപ്പോർട്ടുകളെയും സർക്കാർ നിർദ്ദേശങ്ങളെയും മാത്രം വിശ്വസിക്കുക. കേരളത്തിൽ സിവിൽ ഡിഫൻസ് വകുപ്പ് എന്നൊരു പ്രത്യേക വകുപ്പില്ലെന്നിരിക്കെ അതിന്റെ പേരിൽ വരുന്ന മുന്നറിയിപ്പുകൾ വ്യാജമാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം നാം കാണിക്കണം. ശാസ്ത്രീയമായ അറിവുകൾ പങ്കുവെക്കുന്നതിലൂടെ ഭീതിയല്ല, മറിച്ച് ജാഗ്രതയാണ് നാം വളർത്തേണ്ടത്. ഭൗമതാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വേനൽക്കാലത്തെ കഠിനമായ ചൂട് വരും വർഷങ്ങളിലും തുടരാൻ തന്നെയാണ് സാധ്യത. ഇത് കേവലം പ്രകൃതിയുടെ മാറ്റം മാത്രമല്ല, മറിച്ച് നമ്മുടെ പരിസ്ഥിതി നയങ്ങളുടെ കൂടി പ്രതിഫലനമാണ്. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതും ഇത്തരം ചൂടിന്റെ തീവ്രത കുറയ്ക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിൽ സഹായിക്കും. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യക്തിപരമായ ജാഗ്രതയ്ക്കാണ് മുൻഗണന നൽകേണ്ടത്. തൊഴിൽ സമയം ക്രമീകരിക്കുന്നതിലൂടെ ഭക്ഷണശീലങ്ങളിൽ മാറ്റം വരുത്തുന്നതിലൂടെയും നമുക്ക് ഈ കഠിനമായ വേനലിനെ മറികടക്കാം. ഓരോ തുള്ളി വെള്ളവും അമൂല്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ജലസംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയം കൂടിയാണ് ഇത്. വേനൽ മഴയുടെ കുറവും വരാനിരിക്കുന്ന മൺസൂണിലെ അനിശ്ചിതത്വവും മുൻനിർത്തി കരുതലോടെയുള്ള ഒരു ജീവിതശൈലി നാം വളർത്തിയെടുക്കണം. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടുമ്പോൾ തളരാതെയും രോഗബാധിതരാകാതെയും മുന്നോട്ടു പോകാൻ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. ജാഗ്രതയും കരുതലും തന്നെയാണ് ഈ വേനലിനെ അതിജീവിക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ആയുധം. നമുക്ക് ഈ കനൽക്കാലത്തെ സുരക്ഷിതമായി തന്നെ മറികടക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.